കർമ്മയോഗം 3-ാം അധ്യായം 32 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ എടുത്ത് നിർത്തിയത്. അവസാനത്തെ ശ്ലോകം യേ ത്വേതദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. ആരൊക്കെയാണോ ഏതത് അഭ്യസൂയന്തഃ ഇതിനെ നിന്ദിക്കുന്നവരായി, മേ മതം എൻ്റെ ഈ നിർണയത്തെ, നിശ്ചയത്തെ, അനുതിഷ്ഠന്തി അനുഷ്ഠിക്കാത്തത്, സർവജ്ഞാന വിമൂഢാൻ എല്ലാ ജ്ഞാനങ്ങളിലും മൂഢന്മാരായിട്ടുള്ളവരെ, അചേതസഃ അവിവേകികളെ, അവര് അവിവേകികളാണ്, അവരെ നഷ്ടാൻ വിദ്ധി നഷ്ടരായവർ എന്ന് മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. ഭഗവാൻ പറഞ്ഞ ആ നിശ്ചയത്തെ, നിർണയത്തെ, എന്താണ് ആ നിർണയം? ആ നിർണയം നമ്മൾ 30-ാമത്തെ ശ്ലോകത്തില് മയി സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്സു വിഗതജ്വര, എന്നിൽ സർവകർമ്മങ്ങളും സമർപ്പിച്ചിട്ട് അധ്യാത്മചേതസ വിവേകത്തോടു കൂടിയിട്ട്, വിവേക ബുദ്ധിയോടു കൂടിയിട്ട്, നിരാശീഹി ഫലത്തില് ആഗ്രഹമില്ലാതെ, നിർമ്മമഃ മമത്വത്തെ വെടിഞ്ഞിട്ട്, വിഗതജ്വരഃ സന്താപങ്ങളിൽ നിന്നും വിമുക്തനായിട്ട്, യുദ്ധസ്വ നീ യുദ്ധം ചെയ്താലും, യുദ്ധം ചെയ്യുക എന്നതിന് സ്വധർമാനുഷ്ഠാനം ചെയ്യുക എന്നാണ് അർത്ഥം. ഓരോരുത്തരും അവരവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ഉപദേശത്തെ സ്വീകരിക്കുമ്പോൾ അവരവരുടെ സ്വധർമ്മത്തിൽ വ്യാപൃതരാകുക എന്ന് മനസ്സിലാക്കണം. അത് അധ്യാത്മചേതസ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത്? വിവേക ബുദ്ധിയോട് കൂടിയിട്ട്. വിവേകം നമുക്ക് ഉണ്ടാകണം. ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് ശാശ്വതം, ഏതാണ് താൽക്കാലികം എന്ന് വ്യവച്ഛേദിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പോൾ കർമ്മയോഗയുടെ ഒരു പ്രധാന തലമാണ് പറഞ്ഞത്. കർമ്മയോഗത്തെ ഭക്തിപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമാണ് അനുഷ്ഠിക്കാനായിട്ട്. അങ്ങനെ ചെയ്യാത്തവര് നഷ്ടപ്പെട്ടവരായിട്ട് അറിയണം എന്ന് ഭഗവാൻ പറയുന്നു. അവരെ അവിവേകികളായിട്ട് കണക്കാക്കണം. 33-ാമത്തെ ശ്ലോകം സദൃശം ചേഷ്ടരേ സുസ്യാഹ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സുസ്യാഹ പ്രകൃതേഃ ജ്ഞാനവാൻ അപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ജ്ഞാനവാൻ അപി, ഒരു വ്യക്തിക്ക് ശാസ്ത്രബോധം ഉണ്ടായാലും, അവിടെ ജ്ഞാനം എന്നതുകൊണ്ട് അധ്യാത്മശാസ്ത്രത്തിന്റെ പഠനത്തിലൂടെ ലഭിച്ചിട്ടുള്ള ജ്ഞാനം എന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ വ്യക്തി ജീവൻ മുക്തനല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു കർമ്മയോഗം എന്ന അധ്യായമാണ്. കർമ്മയോഗത്തില് അഭ്യസിക്കുന്നത് പൂർണ്ണജ്ഞാനിയെ കുറിച്ചുള്ളതല്ല. കർമ്മത്തിൽ പ്രബല സംസ്കാരമുള്ള വ്യക്തി അവന്റെ ചിത്തത്തെ സംസ്കരിച്ചു കൊണ്ടുവേണം ജ്ഞാനത്തെ സമാർജിക്കുവാനായിട്ട്
ശ്രമിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ജ്ഞാനികൾ പോലും എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനി സാധാരണ നമുക്ക് ബുദ്ധിപരമായിട്ട് ശാസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവിന്റെ ബലത്തിലാണ് നമ്മൾ പല ആളുകളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രബോധികളായിട്ടുള്ള വ്യക്തികൾ പോലും സ്വസ്യാഹ പ്രകൃതേഹേ സദൃശം, തൻ്റെ പ്രകൃതിക്ക് സദൃശമായിട്ട്, അനുഗുണമായി, അനുരൂപമായിട്ട് ചേഷ്ടതയെ പ്രവർത്തിക്കുന്നു. അതായത് എത്ര അറിവ് നമ്മൾ ശാസ്ത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ടാലും അവരുടെ പ്രകൃതിക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നു. ചേഷ്ടത എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു. ഭൂതാനി, അതുപോലെ ജീവികള് പ്രകൃതിയും യാന്തി, പ്രകൃതിയെ തന്നെ അനുസരിക്കുന്നു. കിം നിഗ്രഹ കരിഷ്യതി, എന്ത് നിഗ്രഹം പിന്നെ എന്തിന്, എന്ത് എന്നുള്ള ചോദ്യം ഉണ്ട്. ഈ ശ്ലോകം വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകമാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത്, ആചാര്യസ്വാമികൾ പ്രകൃതിയെ നിർവചിച്ചിട്ടുള്ളത് പൂർവകൃത ധർമാധർമാദി സംസ്കാര വർത്തമാന ജന്മാദോ അഭിവ്യക്ത സ പ്രകൃതി എന്നാണ്. പൂർവകൃത ധർമ്മ അധർമാദി സംസ്കാര, മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള, അതായത് നമുക്ക് ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് വേറൊരു ശരീരം ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഈ ശരീരത്തിന് മുമ്പ് വേറൊരു ശരീരം ഉണ്ടായിരുന്നു, അതിനു മുൻപ് വേറെ ശരീരം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ശരീരങ്ങൾ മാറി മാറിയാണ് ഈ വർത്തമാനകാല ജന്മത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ മുമ്പ് ഓരോ ശരീരത്തിലും ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, അതാണ് പൂർവകൃത ധർമാധർമാദി സംസ്കാര. ധർമ്മരൂപത്തിലും അധർമ്മരൂപത്തിലും അനുഷ്ഠിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും ഊറിക്കൂടിയിട്ടുള്ള സംസ്കാരം, അതാണ് ധർമ്മ അധർമാദി സംസ്കാരം, പുണ്യപാപ സംസ്കാരം. നമുക്ക് എല്ലാവരുടെയും അബോധ തലത്തിലും ഉപബോധ തലത്തിലും ഈ പുണ്യപാപ സംസ്കാരങ്ങൾ സങ്കലിതമായിരിക്കുന്നുണ്ട്, ചേർന്നിരിക്കുന്നുണ്ട് എല്ലാവരുടെയും വ്യക്തിത്വത്തിൽ. അതുകൊണ്ട് ഈ പ്രകൃതി ധർമാധർമാദി രൂപത്തിൽ എല്ലാവരിലും മറഞ്ഞിരിക്കുന്ന ഈ പ്രകൃതി അത് പ്രവർത്തിക്കും. അത് ത്രിഗുണാത്മികയാണ്. ഈ പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രകൃതിയെ നമുക്ക് തടുക്കാൻ പറ്റില്ല. ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെട്ടിട്ടാണ് അഹങ്കാരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനികളുടെ പോലും പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത്. അവരിലെ ത്രിഗുണങ്ങൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അവരുടെ പ്രകൃതി പ്രവർത്തിക്കുന്നു. എല്ലാവരിലും പ്രകൃതിയുണ്ട്. മൃഗങ്ങളിൽ പ്രകൃതിയുണ്ട്, സസ്യങ്ങളിൽ പ്രകൃതിയുണ്ട്. പ്രകൃതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രകർഷേണ കരോതി ഇതി പ്രകൃതി എന്നാണ്. വേണ്ട വിധത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെ പ്രകൃതി എന്ന് പറയുന്നു. വേണ്ട വിധത്തിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രകർഷേണ എന്ന വാക്കിന്റെ അർത്ഥം സത്വരജസ്തമോ ഗുണങ്ങളുടെ ആനുപാതിക ഘടനയ്ക്ക് അനുസൃതമായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുമ്പോഴാണ് അത് പ്രകൃതിയായിട്ട് മാറുന്നത്. ഈ ഗുണങ്ങളുടെ ചേർച്ച ഓരോ വ്യക്തിയിലും ഉണ്ട്. പലതരത്തിലുള്ള ചേർച്ചകൾ ഉണ്ടെന്ന് നമ്മൾ മുമ്പ് പറയുകയുണ്ടായിട്ടുണ്ട്. കോമ്പിനേഷനുകളാണിതല്ല. അത് ഓരോരുത്തർക്കും കിട്ടുന്ന കോമ്പിനേഷൻ വ്യത്യസ്തമായിരിക്കും. ആ കോമ്പിനേഷനുകൾക്ക് പരിവർത്തനം ഉണ്ടാകുന്നതാണ്, മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ഥൈതികമല്ല കോമ്പിനേഷൻ. മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും അവരവരുടെ ഗുണഘടന കിട്ടിയിട്ടുള്ളത്, പ്രകൃതി കിട്ടിയിട്ടുള്ളത്, സ്വധർമ്മം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത്
അത് സംസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർത്തമാനകാല ജന്മത്തിൽ നമ്മൾ ഉണർവോടുകൂടിയിട്ട് സത്കർമ്മങ്ങൾ ചെയ്താൽ ആ പ്രകൃതിയിലേക്ക് അത് ആഡ് ചെയ്യപ്പെടും. നമ്മൾ വർത്തമാനകാല ജന്മത്തിൽ ചെയ്യുന്ന സാത്വിക കർമ്മങ്ങൾ പ്രകൃതിയുമായിട്ട് അത് ചേർക്കപ്പെടും. പിന്നീട് അത് വരുന്ന ഒരു ജന്മത്തെ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറും. അങ്ങനെ നമ്മുടെ പ്രകൃതിയുടെ കോമ്പിനേഷനിന് ഒരു സാത്വിക ഭാവത്തെ കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് ഇനിയുള്ള ജന്മം, ഇനിയുള്ള സമയം വർത്തമാനകാല ബോധത്തിൽ സാത്വികമായ താല്പര്യത്തോടും ഇന്റൻഷനോടും കൂടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് പ്രകൃതിയെ ഉടച്ചു വാർക്കാൻ സഹായിക്കും. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള പ്രകൃതി മൃഗസമാനമായി യാന്ത്രികമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ പ്രകൃതി തന്നെ നിലനിൽക്കുകയും നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ സ്വഭാവമനുസരിച്ചിട്ട് ആ കർമ്മങ്ങളുടെ സംസ്കാരവും ആ പ്രകൃതിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ഓരോ ജന്മങ്ങൾക്ക് അവസാനത്തില് ആ ജന്മത്തില് അനുഷ്ഠിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളുടെ സംസ്കാരങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് കൈമാറി ആ ജന്മത്തില് വാസനാരൂപത്തില് നമ്മളിൽ തന്നെ അത് ശയിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് എത്രയോ ജന്മങ്ങളിലൂടെ നമുക്ക് ആർജിച്ചിട്ടുള്ള കർമ്മ സംസ്കാരമുണ്ട്. എന്നാൽ ഈ കർമ്മ സംസ്കാരം മുഴുവനും ഒരു ജന്മം 100 വയസ്സോ 80 വയസ്സോ 70 വയസ്സോ ദീർഘമുള്ള ഒരു ജന്മത്തില് ആ കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് തീർക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് കോടിക്കണക്കിന് കർമ്മ സംസ്കാരങ്ങളിൽ നിന്ന് ഒരു ജന്മത്തില് നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന, അനുവർത്തിക്കേണ്ടുന്ന കർമ്മ സംസ്കാരത്തെ സെലക്ട് ചെയ്ത്, അത് എങ്ങനെ സെലക്ട് ചെയ്യുന്നു, അത് ഈശ്വര ഗണനയിൽപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഗണനയിൽ, പ്രപഞ്ചത്തിന്റെ ആധാരമായ ബോധത്തിന്റെ ഗണനയിൽ വരുന്നതാണ് ഈ സെലക്ഷൻ. ഓരോ ജീവനും ഇത്രയും പ്രാരബ്ധങ്ങൾ ഈ ജന്മത്തിലേക്ക് അസോർട്ട് ചെയ്യുന്ന ഒരു രീതി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, ഗഹന കർമ്മണോ ഗതിഹി എന്ന്. കർമ്മത്തിന്റെ ഗതി അതീവ ഗഹനമാണ് അർജുന എന്ന്. ഒരാൾക്ക് ഇന്ന അനേകം കർമ്മ സംസ്കാരങ്ങളിൽ നിന്ന് ഇന്ന കർമ്മ സംസ്കാരങ്ങളാണ് ഈ ജന്മത്തിൽ ജീവിക്കാനായിട്ട് ലഭിക്കുന്നത് എന്ന് നിർണയിക്കാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. അതൊക്കെ ഈശ്വരന്റെ നിശ്ചയം എന്ന് പറയാൻ പറ്റുള്ളൂ, നിയതിയുടെ നിശ്ചയം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജീവിതം വളരെ നിഗൂഢമായിരിക്കുന്നതും ആ ജീവിക്കുന്ന സമയത്ത് മാത്രമാണ് ജീവിതത്തിൽ എന്താണ് ജീവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഏതൊരു നിമിഷത്തിലാണ് ഒരു അനുഭവം ഉണ്ടാകുന്നത്, ആ നിമിഷത്തിൽ മാത്രമാണ് ആ അനുഭവം കർമ്മത്തിന്റെ മണ്ഡലത്തിൽ നിന്നും വർത്തമാനകാല ബോധത്തിന്റെ മണ്ഡലത്തിലേക്ക് ആവിർഭവിക്കുന്നതുള്ളൂ. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഈ കർമ്മം എന്നിൽ ഉറങ്ങിക്കിടക്കുന്നതായിരുന്നു, ഇപ്പോൾ അത് ഉണർന്നു വന്നിരിക്കുന്നുവെന്ന്. അങ്ങനെ ഓരോ മനുഷ്യനും അവരവരുടെ ജീവിത കാലഘട്ടത്തിൽ, പല കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള കർമ്മത്തിന്റെ പുണ്യ തരത്തിലുള്ള പാപ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് സുഖമായും ദുഃഖമായും നമ്മൾ അനുഭവിക്കുന്നു. ഈ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം ഓരോരുത്തരിലും ഇരിക്കുന്ന പ്രകൃതിയാണ്. ആ പ്രകൃതിയെ തന്നെ സ്വധർമ്മം എന്ന് പറയാം. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രകൃതിയെ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? നമ്മൾ ഒരു ആർജിത പ്രകൃതി നമ്മളിലുണ്ട്. നമ്മൾ വർത്തമാനകാലത്ത് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ സഹജ പ്രകൃതിയെ അമർത്തിവെക്കുകയും ആർജിത പ്രകൃതി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. അക്വയേർഡ് ആയിട്ടുള്ളൊരു പ്രകൃതി. അതിനെ ഉപനിഷത്ത് പറയുന്നത് അപരപ്രകൃതി എന്നാണ്. നാരായണഗുരുവിന്റെ ആത്മോപദേശ ശതകത്തില് അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും എന്ന് പറയുന്നത്
എപ്പോഴാണോ നമ്മളുടെ മനസ്സ് ഈ അപരപ്രകൃതിയുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് അതിന് വിധേയമായിക്കൊണ്ട് അതിന് അധീനമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്, അപ്പോഴൊക്കെ നമ്മളിൽ ശക്തമായ അജ്ഞാനവും കാലബോധവും ഉണ്ടായി വരികയും അതിന്റെ ഫലമായിട്ട് സഹജപ്രകൃതി മറഞ്ഞിരിക്കുകയും ആർജിത പ്രകൃതി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇത് മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മളുടെ സ്വാഭാവികമായ പ്രകൃതിയെ അനുഷ്ഠിക്കാനായി പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കാറില്ല. അതിന്റെ കാരണം നമ്മളുടെ താല്പര്യങ്ങളുടെ മേഖലയായി വികസിതമായിരിക്കുന്ന ഈ ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അത് ഈ അപരപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പരപ്രകൃതി എന്ന് പറയുന്നതാണ് ഈശ്വരീയമായ പ്രകൃതി. ആ ഈശ്വരീയമായ പ്രകൃതി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ജീവൻ സൃഷ്ടിച്ച ഒരു പ്രകൃതിയുണ്ട്, അഹങ്കാരം സൃഷ്ടിച്ച ഒരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതി പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പ്രകൃതി ഒരർത്ഥത്തിൽ സാമൂഹികമായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സമൂഹത്തിൽ സർവസ്വീകാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. സമൂഹത്തിൽ നമ്മുടെ പൊങ്ങച്ചം കാണിക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പോഴും സ്വാഭാവികമായ എൻ്റെ പ്രകൃതിയെ ഞാൻ പ്രവർത്തിക്കാൻ അനുവദിക്കൂല. അപ്പൊ പ്രകൃതിയെക്കുറിച്ചുള്ള ഈ അന്വേഷണവും പഠനവും ശരിക്കും ആധുനിക മനഃശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ പരിശോധിക്കുമ്പോൾ ശരിക്കും നമ്മളുടെ ബോധമനസ്സും ഉപബോധമനസ്സും അബോധമനസ്സും, അതിലെ ഈ ബോധമനസ്സാണ് ഒരർത്ഥത്തിൽ ഈ ആർജിത പ്രകൃതി അല്ലെങ്കിൽ അപരപ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വിധേയമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിയിലെ സഹജമായ വ്യക്തിത്വം, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട് എല്ലാവരിലും. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നേച്ചർ അമർത്തിക്കളയും നമ്മൾ. കാരണം നമ്മുടെ സഹജപ്രകൃതി അത്ര ആകർഷണീയത ഉള്ളതാകണമെന്നില്ല. അതുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് കൃത്രിമമായ ആകർഷണീയതകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തെ മാറ്റുകൂട്ടാൻ ശ്രമിക്കും. പക്ഷെ നമ്മളിൽ സഹജമായി ഉറങ്ങിക്കിടക്കുന്ന പ്രകൃതിയെ ആവിഷ്കരിച്ച് അതിനെ ബഹിഷ്കരിക്കേണ്ടതുണ്ട്. ആ പ്രകൃതിയെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അകത്ത് ശയിക്കുന്ന പ്രകൃതിയെ പുറത്തു കൊണ്ടുവരണം. അതേസമയം ആ പ്രകൃതിയുടെ കർമ്മത്തിന്റെ ഫലത്തില് നമ്മൾക്ക് കാമന അരുത്, കാംക്ഷ അരുത്, താല്പര്യം അരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എങ്കിലത് വീണ്ടും ഒരു കർമ്മമണ്ഡലത്തെ, കർമ്മ സർക്കിളിനെ ഉണ്ടാക്കും. ഇത് കർമ്മത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ടതാണ്. സദൃശ്യം ചേഷ്ടതേ സുസ്യാഹ പ്രകൃതേ ജ്ഞാനവാനപി. അതായത് ഓരോരുത്തരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. പ്രകൃതി യാന്തി ഭൂതാനി, എല്ലാ ജീവികളും അവരുടെ പ്രകൃതിയെ അനുസന്ധാനം ചെയ്യുന്നു, പ്രാപിക്കുന്നു എന്ന് പറയാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അതില് ഒരു വേട്ടാവളി എന്നും പറയും, ഒരു വേട്ടാളൻ കളിമണ്ണ് കൊണ്ടുവന്നിട്ട്, എവിടെ നിന്നോ കളിമണ്ണ് ഉരുട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ആ ജീവി ഒരു കൂടുണ്ടാക്കുകയാണ്. ഒരു നല്ല കൽപ്പണിക്കാരൻ അല്ലെങ്കിൽ മേസ്തിരി ഒരു വീടുണ്ടാക്കുന്നതിനേക്കാളും നൈപുണ്യത്തോടു കൂടിയിട്ട് ആ കൂടിന്റെ വക്കത്ത് കൊണ്ടുപോയിട്ട് ഈ കളിമണ്ണ് ചേർത്ത് വെച്ചിട്ട് തൻ്റെ കൊമ്പുകൊണ്ട് അതിനെ കൊലശ്ശേരി കൊണ്ട് തേമ്പി പിടിപ്പിക്കുന്ന പോലെ മനോഹരമായിട്ട് അത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു ദിവസം 2 ദിവസമൊക്കെ എടുക്കും ചിലപ്പോ ആ കൂടുണ്ടാക്കി വരുമ്പോ. പക്ഷെ എത്ര വൈദഗ്ധ്യത്തോടു കൂടിയിട്ടാണ് ആ ജീവി ആ കൂടുണ്ടാക്കുന്നത്. ആ കൂടുണ്ടാക്കാനുള്ള അറിവ് ആ ജീവിയിൽ ഇൻബിൽറ്റ് ആയിരുന്നു. അതതിൻ്റെ പ്രകൃതിയായിരുന്നു. അതൊരിക്കലും ആ പ്രകൃതി ഉള്ളത് കൊണ്ട് അതിനെ കൂടുണ്ടാക്കാൻ വേണ്ടി വിദ്യാലയങ്ങളിൽ പോകേണ്ടതില്ല.
നമ്മൾ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് വിട്ടുകൊണ്ട് പഠിക്കുന്നത് ആർജിത പ്രകൃതിയാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് എന്താണ്? നമ്മളിലെ സഹജ പ്രകൃതിയെ ഉണർത്തി പ്രവർത്തിക്കാനാണ് പഠിക്കേണ്ടത്. അപ്പൊ സഹജ പ്രകൃതിയെ ഉണർത്തി എങ്ങനെയാണോ ഒരു വേട്ടാളൻ കൂടുണ്ടാക്കുന്നത്, അതുപോലെ ഓരോ കുട്ടിയിലും മയങ്ങിക്കിടക്കുന്ന ശയിക്കുന്ന കഴിവുകളെ, നൈപുണ്യങ്ങളെ, പൊട്ടൻഷ്യലിനെ പുറത്തെടുത്തിട്ട് അത് ആവിഷ്കരിക്കുക. അതാണ് വാസ്തവത്തില് ഓരോരുത്തർക്കും പഠിപ്പിക്കേണ്ടതായിട്ടുള്ളത്. പകരം നമ്മൾ ചെയ്യുന്നത്, പലരും ബുദ്ധിപരമായി പഠിച്ചു വെച്ച കാര്യങ്ങൾ എഴുതി വെക്കുകയും അത് നമ്മളുടെ ബോധമനസ്സിലേക്ക് തള്ളി കയറ്റുകയും നിർബന്ധിതമായിട്ട് പഠിപ്പിക്കുകയും അതിലൂടെ നമ്മൾക്ക് കൃത്രിമമായ ഒരു പ്രകൃതി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ നേച്ചർ. ആ ആർട്ടിഫിഷ്യൽ നേച്ചറാണ് ഇന്ന് മനുഷ്യനെ നയിക്കുന്നത്, ലോകത്തെ മുഴുവൻ നയിക്കുന്നത്. എവിടെ ഒരു വ്യക്തിക്ക് ആർട്ടിഫിഷ്യൽ നേച്ചറിനെ അനുസരിക്കേണ്ടി വരുമോ അപ്പോഴൊക്കെ ആ വ്യക്തിക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നു, അന്തസ്സംഘർഷം ഉണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു, അവന്റെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവന്റെ കാലബോധം ശക്തമായി വരുന്നു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, അറിവ് അപരപ്രകൃതിക്ക് വിധേയമായി കഴിഞ്ഞാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നുന്നു. കാലം എന്ന് പറയുന്നത് വളരെ ദീർഘമായതുപോലെ തോന്നും. എന്താ വെച്ചാൽ അപരപ്രകൃതിക്ക് അധീനമായാല് മനസ്സ് പിന്നെ അതിന് സ്വാഭാവികമായ തലത്തിൽ നിന്നും കൃത്രിമമായ തലത്തിലേക്ക് വലിച്ചു നീട്ടിയതുപോലെ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഇതാണ് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണത്. അപ്പൊ അപരപ്രകൃതിക്ക് വിധേയമാകുകയല്ല വേണ്ടത്, പകരം നമ്മളിലെ പരപ്രകൃതിയെ സ്വാഭാവികമായിട്ട് അഴിഞ്ഞു വരുവാനായിട്ട് അനുവദിക്കുകയാണ് വേണ്ടത്. അപ്പൊ സദൃശ്യം ചേഷ്ടതേ സുസ്യാഹ പ്രകൃതേ ജ്ഞാനവാനപി. ജ്ഞാനികളിൽ പോലും, അറിവുള്ളവരിൽ പോലും പ്രകൃതിയാണ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നത്. എല്ലാ ജീവികളും പ്രകൃതിയാണ് പ്രാപിക്കുന്നത്. പിന്നെ അവിടെ നിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ എന്തിന് നിഗ്രഹിക്കണം എന്നാണ്. സ്വാഭാവികമായ പ്രകൃതിയെ അഴിഞ്ഞു വരാൻ അനുവദിക്കുന്ന നേരത്ത് എന്തിനെയാണ് നിഗ്രഹിക്കേണ്ടത്? വാസ്തവത്തിൽ നിഗ്രഹിക്കേണ്ടത് അപരപ്രകൃതിയിൽ വ്യാപൃതമായിരിക്കുന്ന നമ്മുടെ മനസ്സിനെയാണ്. അപരപ്രകൃതിയിൽ നിന്നും എങ്ങനെയാണോ ഒരു കൂർമ്മം തൻ്റെ കാലും കൈയും വാലും ഒക്കെ ഉള്ളിലേക്ക് വലിക്കുന്നത്, ഉള്ളിലേക്ക് വലിച്ച് ആത്മാവിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ എപ്പോൾ നമ്മുടെ മനസ്സ് ആത്മാവിൽ ഉറച്ചിരിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് നമ്മുടെ സഹജ പ്രകൃതി പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ അപരപ്രകൃതിയാണ് പ്രവർത്തിക്കാൻ തുടങ്ങാം. എന്നുവെച്ചാൽ ലോകത്തിന്റെ മുന്നിൽ ഞാൻ എന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു വസ്തുവാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് അപരപ്രകൃതിയാണ് അതിന് സഹായിക്കുന്നത്. അത് മനഃശാസ്ത്രപരമായിട്ട് അതിന് വലിയ വ്യാഖ്യാനങ്ങളൊക്കെ ഫ്രോയിഡും യുങ്ങും ആഡ്ലറൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സന്ദർഭത്തിൽ അത്തരം ചിന്തകളിലേക്ക് കടന്നു പോകേണ്ടതില്ല. നമുക്ക് ഈ ശ്ലോകം പഠിക്കലാണ് നമ്മുടെ പ്രധാനം. അടുത്തത് ശ്ലോകം. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനവശമാഗച്ഛേത് തൗഹ്യസ്യ പരിപന്ഥിനോ. ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോഹോ ന വശം ആഗച്ഛേത് തൗ ഹി അസ്യ പരിപന്ഥിനൗ എന്ന് പദച്ഛേദം. ഇന്ദ്രിയത്തിന്റെ അർത്ഥത്തില്, അതായത് വ്യക്തിയിലിരിക്കുന്ന ഇന്ദ്രിയത്തിന്. ഏതിന്ദ്രിയത്തിന്? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയസ്യ അർത്ഥേ, ഓരോ ഇന്ദ്രിയത്തിന്റെ അർത്ഥമുണ്ട്. അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം എന്നാണ് അർത്ഥം. കണ്ണിന്റെ വിഷയം രൂപമാണെങ്കിൽ കാതിന്റെ ശബ്ദമാണ്, മൂക്കിന്റെ ഗന്ധമാണ്, നാക്കിന്റെ രുചിയാണ്, ത്വക്കിന്റെ സ്പർശമാണ്.
അങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റെ വിഷയമുണ്ട്. ആ വിഷയത്തില് ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷങ്ങള് വ്യവസ്ഥിതവും സ്വാഭാവികമായിട്ട് ഉള്ളതാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളില് രാഗദ്വേഷങ്ങളുണ്ട്. വ്യവസ്ഥിതമാണത്, വ്യവസ്ഥിതമാക്കി വെച്ചിരിക്കുകയാണ്. തയോഹോ വശം നാഗച്ഛേത്, എന്നാൽ ഈ രാഗദ്വേഷത്തിന്റെ വശത്തിന്, അധീനതയ്ക്ക് ആഗച്ഛേത് വിട്ടുകൊടുക്കരുത്. എപ്പോഴൊക്കെ നമ്മൾ രാഗദ്വേഷങ്ങൾക്ക് വിധേയരാകുന്നുവോ അപ്പോഴൊക്കെ നമ്മളിലെ അപരപ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു ദ്വന്ദ്വാത്മകമായ സംസ്കാരത്തെയാണ് വളർത്തുന്നത്. തയോഹോ വശം നാഗച്ഛേത്, എന്തുകൊണ്ടെന്ന് വെച്ചാല് അവ രണ്ടും, രാഗവും ദ്വേഷവും, അസ്യ ഇവന്റെ ഓരോരുത്തരുടെയും പരിബന്ധിനവും ശത്രുക്കളാണ്. രാഗദ്വേഷങ്ങളാണ് ശത്രുക്കൾ. അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുടെ തലത്തില് ഇപ്പൊ ഇന്ദ്രിയത്തിന് സ്വാഭാവികമായിട്ട് വിഷയത്തിന്റെ അനുകൂലതയെയും പ്രതികൂലതയെയും തിരിച്ചറിയാൻ കഴിയില്ല. കണ്ണിന് ഒരു രൂപത്തെ കണ്ടാല് കണ്ണത് കാണുന്ന ഒരു ഉപകരണം മാത്രമാണ്. എന്നാൽ കണ്ണിന് പിന്നിലിരിക്കുന്ന മനസ്സാണ് ആ രൂപം സുഖദായകമാണോ ദുഃഖദായകമാണോ എന്ന് തീരുമാനിക്കുന്നത്. ആ മനസ്സ് ഏത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അപരപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കോൺഷ്യസ് മൈൻഡായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മളുടെ സോഷ്യൽ മൈൻഡായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ രാഗദ്വേഷങ്ങളുടെ ലോകത്ത് നമ്മൾ പ്രവർത്തിക്കാൻ കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് രാഗദ്വേഷങ്ങളുണ്ട്. ആ രാഗദ്വേഷങ്ങൾ ഉണ്ടായി വന്നിരിക്കാൻ കാരണം നമ്മുടെ മനസ്സ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ അതിന് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇവ രണ്ടും, ഈ രാഗദ്വേഷങ്ങൾ രണ്ടും വികസിതമായിട്ട് വരികയാണെങ്കിൽ അത് ശക്തമായ പുണ്യപാപ സംസ്കാരങ്ങളെ വീണ്ടും വീണ്ടും വളർത്തും. അതിനു പകരം നിഷ്കാമമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വരുത്തുകയാണ് വേണ്ടത്. അതാണ് കർമ്മയോഗയുടെ പ്രസക്തിയായിട്ട് നമ്മൾ കാണേണ്ടതുള്ളത്. രാഗദ്വേഷങ്ങളോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കർമ്മശുദ്ധി ഉണ്ടാവുകയില്ല, ചിത്തശുദ്ധിയും ഉണ്ടാവുകയില്ല. പകരം ശക്തമായ വിരോധവും ശക്തമായ ആസക്തിയും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന കർമ്മങ്ങളിലെല്ലാം തന്നെ നമുക്ക് രാഗദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പുണ്യപാപങ്ങളുടെ ഒരു സഞ്ചയം നമ്മളിലേക്ക് രൂപം കൊള്ളുന്നതായിരിക്കും. അത്തരം വ്യക്തികൾക്ക് വിരോധമുണ്ട്, ശത്രുതയുണ്ട്. അത്തരം വ്യക്തികള് എപ്പോഴും വെറുപ്പിന്റെയും വിരോധത്തിന്റെയും ശത്രുതയുടെയും ഒക്കെ ലോകത്താണ് ജീവിക്കുന്നത്. ഒരിക്കലും സർവാത്മഭാവത്തോടു കൂടി ആ വ്യക്തിക്ക് എല്ലാവരെയും കാണാൻ പറ്റില്ല. എല്ലാവരിലും ഇരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ എന്ന ഭാവം ആ വ്യക്തിക്കുണ്ടാകില്ല. ആ വ്യക്തി ഓരോ വിഷയത്തെയും ഓരോ വസ്തുവിനെയും ഇഷ്ടമുള്ളതും അനിഷ്ടമുള്ളതും എന്ന് തിരിക്കുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്. എല്ലാം ഒരു ആത്മാവിന്റെ ആവിഷ്കാരം എന്നല്ല ആ വ്യക്തി കരുതുന്നത്. പകരം ഓരോ വിഷയത്തെയും തനിക്ക് അനുകൂലമായതും തനിക്ക് പ്രതികൂലമായതും എന്ന അർത്ഥത്തിൽ വ്യവച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് രാഗദ്വേഷത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല മനസ്സിനെ. പകരം മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചിട്ട് എന്താണോ നമ്മുടെ പ്രകൃതി, ആ പ്രകൃതിയെ പ്രവർത്തിക്കാൻ അനുവദിക്കുക മാത്രമേ ചെയ്യാവൂ. അല്ലാതെ രാഗദ്വേഷങ്ങളുടെ അടിസ്ഥാനത്തില് വിഷയങ്ങളെ പ്രതികരിക്കുന്നത് അത് ശക്തമായ പ്രതികൂലമായ കർമ്മസംസ്കാരത്തെ വളർത്തുകയും അത് ബന്ധനത്തെ ശക്തമാക്കുകയും ചെയ്യും, ജീവന്റെ ബന്ധനത്തെ ശക്തമാക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് വേണ്ടത് ജീവന്റെ ബന്ധനമോചനമാണ്. അതിന് ചിത്തശുദ്ധീകരണമാണ് ആവശ്യം. അതിന് മനസ്സ് ആത്മാവില് ഉറപ്പിക്കണം. നമ്മുടെ പ്രകൃതി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കണം. കാരണം ആ പ്രകൃതിയെ നമ്മളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഈശ്വരനാണ്. ആ ഈശ്വരൻ നിക്ഷേപിച്ച പ്രകൃതി
സ്വാഭാവികമായിട്ട് അഴിഞ്ഞു വരുമ്പോൾ നിർദോഷമായ ഒരു കർമ്മമായിട്ടത് മാറും. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ പ്രകൃതിയെ മനസ്സിലാക്കണം. അതിൽ തന്നെ സ്വധർമ്മം ഇരിക്കുന്നു. ആ സ്വധർമ്മമാണ് ജീവിതമായിട്ട് വരേണ്ടത്. സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. സ്വധർമ്മത്തെ ജന്മന ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാവർക്കും ഒരു സ്വധർമ്മം എന്ന് വരുന്നത് വലിയ അസംബന്ധമാണ്. അങ്ങനെയല്ല, സ്വധർമ്മത്തെ നമ്മൾ നിർണയിക്കണം. അവനവന്റെ ഗുണഘടനയെ പരിശോധിച്ച് നോക്കി എനിക്ക് ഇണങ്ങുന്ന ഒരു ഗുണഘടന ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് അതിൽ നിന്നും ആവിർഭൂതമാകുന്ന ഒരു കർമ്മമണ്ഡലം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അപഗ്രഥിക്കാൻ പോരുന്ന തരത്തിൽ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അതിന് സത്വരജസ്തമോ ഗുണങ്ങളെ കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കണം. ഇത്തരം അറിവുകളൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് വ്യക്തിത്വത്തെ നിരീക്ഷിക്കാനും തിരിച്ചറിയാനും ഒക്കെ നമ്മൾ പഴയ കാലത്ത് ഗുരുകുലങ്ങളിലൊക്കെ പഠിച്ചിരുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതുണ്ടായിരുന്നു, നമ്മുടെ മനഃശാസ്ത്ര പഠനങ്ങളിൽ അതുണ്ടായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ മനുഷ്യർക്ക് കൈമോശം വന്നു പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ത്രിഗുണങ്ങളെ പഠിക്കുകയും ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലെ പ്രകൃതിയെ നിർണയിക്കുന്ന ഒരു അവബോധവും നമ്മളിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ 34-ാമത്തെ ശ്ലോകം പറയുന്നത് ഇന്ദ്രിയസ്യ അർത്ഥേ, ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ അർത്ഥത്തില് വിഷയത്തില് രാഗദ്വേഷങ്ങള് വ്യവസ്ഥിതങ്ങളാണ്. അതിൻ്റെ വശം ആകച്ഛേത് പ്രാപിക്കരുത്. രാഗദ്വേഷങ്ങൾക്ക് വശംവദരായിട്ട് തീരരുത്. രാഗദ്വേഷം എന്ന് പറയുന്നത് ആളുകൾ കരുതുന്ന പോലെ അത്ര നിർദോഷമല്ല. അത് വലിയ ശക്തമായ മനസ്സിന്റെ അധപതനത്തിന് ഹേതുവായിട്ട് ഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് തൗ ഹി അസ്യ പരിബന്ധിനൗ, അത് ഓരോ ജീവന്റെയും ശത്രുവാണ്. ശരിക്കും പരിബന്ധിനൗ, പരിബന്ധിയായിട്ടിരിക്കുക. പരിബന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവാണ്. എന്തിന് ശത്രുവാണ്? മോക്ഷത്തിന് സഹായിക്കുന്നതല്ല, ബന്ധനത്തിന് സഹായിക്കുന്നതാണ് രാഗദ്വേഷങ്ങൾ. അപ്പൊ ബന്ധനത്തിന് സഹായിക്കുന്ന രാഗദ്വേഷങ്ങളെ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിന് ആയിട്ടുള്ള രാഗദ്വേഷ വിയുക്തമായ ബോധത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരണം. അതാണ് നമുക്ക് ആവശ്യം. 35-ാമത്തെ ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാദ് സുനുഷ്ഠിതാദ് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാദ് സുനുഷ്ഠിതാദ് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തെന്നാൽ നമ്മളുടെ ജീവിതം സത്യസന്ധമാണോ ശരിക്കും എന്ന് പരിശോധിക്കാൻ നമ്മൾ ശ്രമിക്കണം. വിഗുണഃ അപി, വിഗുണമാണെങ്കിലും ഇവിടെ വിഗുണം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സുഗുണം എന്ന് പറയുന്നത് സാത്വികം മുൻഗമിക്കുകയും തൊട്ടു പിന്നിൽ രാജസം വരികയും അതിനു പിന്നിൽ താമസം വരികയും ചെയ്യുന്ന ഒരു ഗുണഘടനയാണ് നല്ല ഗുണഘടനയായിട്ട് പറയുക. അതിലേറിയ കൂറും സാത്വിക ഗുണത്തിന് പ്രാധാന്യത വന്നിരിക്കുന്നു. സാത്വിക ഗുണം മുൻഗമിക്കുക മാത്രമല്ല, അതിന്റെ അനുപാതത്തിലും വ്യത്യാസമുണ്ട്. അത് വളരെ അധികമാണ്. അതിന് തൊട്ടുപിറകിൽ വരുന്ന രജോ ഗുണത്തിനും തമോ ഗുണത്തിനും വലിയ ക്വാണ്ടിറ്റി ഇല്ലത്. അതിന്റെ അളവിന്റെ തലത്തിൽ അത് വളരെ കുറവാണ്. സത്വഗുണം പ്രബലമായിട്ടിരിക്കുകയാണ്, ശക്തമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിന് എല്ലാവരും അത്തരത്തിൽ സത്വഗുണ പ്രധാനികളായിട്ടുള്ള മനുഷ്യര്, സൗമ്യരും
പ്രശാന്തരും ദീപ്തരും ഒക്കെ ആയിരിക്കും. അത് ഒരു സമൂഹത്തിൽ വളരെ സ്വീകാര്യമായിട്ടുള്ളതാണ്. പക്ഷേ സമൂഹം നല്ല ഗുണങ്ങളോട് കൂടിയിട്ടുള്ള മനുഷ്യരെ സ്വീകരിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ നമ്മുടെ ഗുണഘടനയ്ക്ക് ഇണങ്ങാത്ത ആ ഗുണഘടനയെ പുറത്തെടുക്കാൻ ശ്രമിക്കാതെ പകരം നമ്മൾ കൃത്രിമമായിട്ട് ഒരു ബാഹ്യ വ്യക്തിത്വത്തെ സൃഷ്ടിച്ചെടുത്തിട്ട് ജനങ്ങളുടെ മുന്നിൽ മാത്രം നമ്മൾ നല്ലവനായിട്ട് ചമയുകയും നമ്മുടെ സ്വകാര്യ ജീവിതങ്ങൾ നമ്മൾ വ്യാജനായിട്ടിരിക്കുകയും ചെയ്യുന്നത് വളരെ അപകടകരമാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകം കൂടിയാണത്. വിഗുണഃ അപി, വിഗുണമാണെങ്കിലും സ്വധർമ്മം സ്വനിഷ്ഠിതാത് അനുഷ്ഠിതാത്, നല്ല രീതിയിൽ അനുഷ്ഠിക്കപ്പെടുന്നതിനേക്കാൾ, നല്ല രീതിയിൽ അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മത്തെക്കാളും ശ്രേയസ്കരമാണ്. വിഗുണമാണെങ്കിലും അല്പം ഗുണതലത്തില് താഴ്ന്നതാണെങ്കിലും, താഴ്ന്നതെന്ന് പറയുന്നത് രജസിന്റെ ആധിക്യം കൂടാം, തമസിന്റെ ആധിക്യം കൂടാം ഒരു വ്യക്തിയിൽ, ചിലപ്പോ പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ആണെങ്കിലും അവനവന്റെ ഗുണഘടനയ്ക്ക് ഇണങ്ങി ജീവിക്കുന്നതാണ് ഉത്തമം എന്ന് തന്നെയാണ്. എന്തെന്നാൽ ആ ഗുണഘടന ജീവിച്ചാൽ മാത്രമാണ് ആ ഗുണഘടനയിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. ആ ഗുണഘടനയെ നമുക്ക് പുറത്തെടുക്കണം, എന്നിട്ട് ആ ഗുണഘടനയെ ശുദ്ധീകരിക്കണം. അകത്ത് വെച്ചിട്ടുള്ള ഗുണത്തെ പുറത്തെടുത്ത് ജീവിച്ച് അതിനെ സാത്വികവത്കരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിനെയാണ് ചിത്തശുദ്ധീകരണം എന്ന് പറയുന്നത്. തമസ് ബാധിച്ചതും രജസ് ബാധിച്ചതുമായ ഒട്ടേറെ സംസ്കാരങ്ങൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആ സംസ്കാരത്തെ അവിടെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് പുറത്തെടുക്കണം. നമ്മൾ പുറത്തെടുക്കുന്ന എങ്ങനെയാണ്? ഒരു ഗുണഘടന ജീവിക്കുമ്പോൾ അത് പുറത്തു വരുള്ളൂ. അത് ജീവിക്കാനുള്ള സത്യസന്ധത നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾക്ക് നമ്മളായിരിക്കാനുള്ള സത്യസന്ധത ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളായാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരു മഹാത്മാഗാന്ധിയാകാൻ ആഗ്രഹിക്കരുത്. നമ്മൾ ദീർഘകാലം കൊണ്ട് ചിലപ്പോ നമ്മളുടെ ഗുണഘടനയെ മാറ്റിയെടുക്കാം, സംസ്കാരത്തെ മാറ്റിയെടുക്കാം, താല്പര്യങ്ങളെ മാറ്റിയെടുക്കാം. അതൊക്കെ നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യണം. അത് കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ സ്വാഭാവികവും സഹജവുമാക്കി മാറ്റണം. അതാണ് സംസ്കരണം എന്ന് പറയാൻ കാരണം. അത്തരത്തിലൊരു സംസ്കരണം, വ്യക്തി സംസ്കരണം നമ്മൾ നടത്തണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗുണഘടനയ്ക്ക് മാറ്റം വരും. ആ ഗുണഘടനയ്ക്ക് മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഓരോരുത്തർക്കുണ്ട്. ഇതെല്ലാം ആരെ ബോധ്യപ്പെടുത്താനാണ്? സമൂഹത്തെ ബോധ്യപ്പെടുത്താനൊന്നുമില്ല. ഇത് നമുക്ക് സ്വയം ഒരു സുഖത്തിനും തൃപ്തിക്കും വേണ്ടിയാണ്. എന്തെന്നാൽ നമ്മളുടെ ഗുണഘടനയെ ആവിഷ്കരിക്കുമ്പോഴാണ് നമ്മൾക്ക് ആനന്ദവും സുഖവും ഉണ്ടാകുന്നത്. അതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് പറയുന്നു, വിഗുണമാണെങ്കിലും നല്ല രീതിയിൽ അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മത്തെക്കാളും ഒരാള് പരധർമ്മമാണ് ബെറ്റർ. അതായത് അവന്റെ ഗുണഘടനയ്ക്ക് ഇണങ്ങാത്ത വിധത്തിലുള്ള ചില ആളുകൾ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഏറ്റെടുത്ത് അവരെ പോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് പറയാണ് നമ്മളുടെ ഗുണഘടന ജീവിക്കുന്നത്. ഇവിടെ ഇത് പറയാൻ കാരണമുണ്ട്. അർജുനൻ സ്വാഭാവികമായിട്ട് ഒരു യോദ്ധാവിന്റെ ഗുണഘടനയോട് കൂടിയവനാണ്. ആ അർജുനൻ ഭിക്ഷാന്തേഹിയുടെ ഗുണഘടന സ്വീകരിച്ച് കാട്ടിൽ പോയി ശാന്തിവാദിയായി, സമാധാനവാദിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര കോൺട്രഡിക്ഷൻ ആണെന്ന് നോക്കുന്നത്, വൈരുദ്ധ്യം. അതിന് പകരം അർജുനന്റെ ഗുണഘടനയ്ക്ക് ഇണങ്ങുന്ന ഒരു ജീവിതം അർജുനൻ ജീവിച്ചാൽ മതി. പക്ഷെ സമൂഹ ദൃഷ്ടിയിൽ അത് വലിയ പ്രശ്നമാണത്. കാരണം എന്താ? അർജുനന്റെ അസ്ത്രങ്ങൾ ചിലപ്പോൾ പോയി ഭീഷ്മ പിതാമഹന്റെ നെഞ്ചത്ത് തറയ്ക്കാം, ദ്രോണാചാര്യരുടെ നെഞ്ചത്ത് തറയ്ക്കാം. അപ്പോ അർജുനൻ ഭയപ്പെടുന്നു, ജനം എന്ത് പറയും? ആചാര്യനെ കൊന്ന അർജുനൻ, പിതാമഹനെ കൊന്ന അർജുനൻ. ഈ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്
അർജുനന്റെ സാമൂഹിക ബോധത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സാമൂഹിക ബോധം നമ്മളുടെ സഹജമായിട്ടുള്ള ധർമ്മത്തെ, ഗുണഘടനയെ അനുഷ്ഠിക്കുന്നതിൽ വിഘാതമായി നിൽക്കുന്നുണ്ട്. അതിനെയാണ് ആർജിത പ്രകൃതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊരു ആർജിത പ്രകൃതിയാണ്, അത് അപരപ്രകൃതി കൂടിയാണ്. ഈ അപരപ്രകൃതിയിൽ നമ്മളൊരു കൃത്രിമ വ്യക്തിത്വത്തെ നമ്മളിൽ സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ പരധർമ്മം നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് ഇണങ്ങുന്ന ഗുണഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് വളരെ ബെറ്ററാണ്, അത് സുഖദായകമാണ്. അതിലൂടെ മോക്ഷം സാധ്യമാണ്. പരധർമ്മം ചെയ്യുന്നതിലൂടെ മോക്ഷം സാധ്യമല്ല. വേറൊരാളുടെ ജീവിതം അനുകരിച്ചത് കൊണ്ട് എനിക്ക് മോക്ഷം ഉണ്ടാവില്ല. പകരം എൻ്റെ ഗുണഘടന ഞാൻ ജീവിക്കുമ്പോഴാണ്. അതാണ് അതിൻ്റെ സുഖം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. സ്വധർമ്മേ നിധനം ശ്രേയ. നമ്മൾ സ്വധർമാനുഷ്ഠാനത്തില് ജീവിച്ചുകൊണ്ടിരിക്കവേ മരണം സംഭവിക്കുന്നതാണെങ്കിൽ അത് വളരെ ശ്രേയസ്കരമായിട്ടുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട്, പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ സ്റ്റേജിൽ വീണ് മരിക്കണം എന്ന്. അതുപോലെ ചിലർ പറയാറുണ്ട്, നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടകത്തിന് സ്റ്റേജിൽ വെച്ച് മരിക്കണം. കലാകാരന്മാരുടെ ആഗ്രഹങ്ങളാണ് അങ്ങനെയൊക്കെ. ഒരു യോദ്ധാവ് പറയേണ്ടത് എങ്ങനെയാണ്? യുദ്ധക്കളത്തിൽ വീണ് മരിക്കണം എന്നാണ്. ഈ മരണം, ഏതൊരു ധർമ്മ നിർവഹണ വേളയിൽ മരണം സംഭവിക്കുന്നത് അതാണ് ശ്രേയസ്കരം എന്ന് പറയാണ്. നിധനം എന്നതിന് മരണം. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. പരധർമ്മം ഭയത്തെ ആവഹിക്കുന്നതാണ്, ഭയത്തെ ജനിപ്പിക്കുന്ന, ഭയമുണ്ടാക്കും. നമ്മളുടേതല്ലാത്ത ഒരു ജീവിതം ജീവിക്കുമ്പോഴൊക്കെ ആ ജീവിതം സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നം അതിലേക്ക് കൊടുക്കേണ്ടി വരുന്നു. അത് നമുക്ക് ഭയം ജനിപ്പിക്കും. എപ്പോഴെങ്കിലും ഞാൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള എൻ്റെ ഇമേജ് തകർന്നു പോകുമോ എന്നുള്ള ഭയം എനിക്കുണ്ടാകും. കാരണം മനുഷ്യൻ ഇമേജിനെ സൃഷ്ടിക്കാനുള്ള ഒരു ജീവിയല്ല. മറ്റു ജീവികൾക്കൊന്നും ഇമേജുകളില്ല, മനുഷ്യന് മാത്രമാണ് ഇമേജുകളുള്ളൂ. ഏതെങ്കിലും പട്ടിക്കോ പൂച്ചയ്ക്കോ ഒരു ഇമേജ് സൃഷ്ടിക്കുന്ന പരിപാടിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാനായ ഒരു ഇമേജ് ഒരു പട്ടിയോ പൂച്ചയോ പാമ്പോ ഒന്നും സൃഷ്ടിക്കുന്നില്ല. മനുഷ്യൻ മാത്രമാണ് ഇമേജിനെ സൃഷ്ടിക്കുന്നത്. ഈ അപരപ്രകൃതിയിലൂടെ മനുഷ്യൻ സാമൂഹ്യ തലത്തിൽ ഒരു ഇമേജിനെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഇമേജിനെ നിലനിർത്താനായിട്ട് തത്രപ്പാട് കഴിക്കുമ്പോൾ അത് ഭയാവഹമായിട്ട് തിരികെയാണ്. അത് ഭയം ജനിപ്പിക്കുന്നതാണ്. എപ്പോഴെങ്കിലും തൻ്റെ ഇമേജ് തകർന്നു വീഴുമോ എന്നുള്ളൊരു ഭയം, അത് ആശങ്കയായിട്ടിരിക്കുന്നു മനുഷ്യനില്. അതുകൊണ്ട് പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇതിൽ നിന്നും വായിച്ച് എടുക്കണം എല്ലാതും. ഇനി അടുത്ത ശ്ലോകം. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും അർജുനന് ഒരു സംശയമുണ്ടായി. അർജുനൻ വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയല്ല, കേട്ട് മയങ്ങുകയുമല്ല. അർജുനൻ ചിന്തിക്കുന്നുണ്ട്. ഓരോ ഒന്ന് കേൾക്കുമ്പോഴും അർജുനന്റെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടെ അർജുനന്റെ മനസ്സിൽ ഉയർന്നൊരു ചോദ്യം, അഥകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അഥകേന പ്രയുക്തോയം, പ്രയുക്തഃ അയം, പാപം ചരതി പൂരുഷഃ അനിച്ഛൻ അഭി വാർഷ്ണേയ ബലാദി ഇവ നിയോജിതഃ. അർജുന ഉവാച. അർജുനൻ ചോദിച്ചു, ഹേ വാർഷ്ണേയ, അല്ലയോ വാർഷ്ണേയ, അല്ലയോ അർജുന, അല്ലയോ കൃഷ്ണ വാർഷ്ണേയ, അധ അനന്തരം കേന, ആരാലാണ്, പ്രയുക്ത, പ്രേരിപ്പിക്കപ്പെട്ടിട്ട്, അയം പുരുഷ, ഈ മനുഷ്യൻ, അനിച്ഛന്നബി, ഇച്ഛിക്കാതിരുന്നിട്ട് പോലും, ബലാത് നിയോജിത ഹൈവ, ബലപൂർവകം നിയോജിക്കപ്പെട്ടവനെ പോലെ, പാപത്തെ ചരതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും പാപത്തെ ചെയ്യുന്നത്? നമ്മൾ ആരും പാപം ചെയ്യാൻ ആഗ്രഹിക്കാറില്ല. പക്ഷെ എന്തോ ഒരു
ശക്തി നമ്മളെ പാപം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ്. എന്താണ് പാപം എന്നുള്ളത് വേറൊരു കാര്യം. എന്താ പാപം? പാപം എന്നത് പല സന്ദർഭത്തിലും പല അർത്ഥമാണ്. എന്തായാലും പാപത്തിന് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ, ഒരു നിഷേധാത്മകമായിട്ടുള്ള അർത്ഥമാണെന്ന് ഉള്ളത്. പാപം സാമൂഹികമായിട്ട് ദോഷമാണ്, വ്യക്തിഗതമായിട്ട് ദോഷമാണ്. ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളിലെ പാപം സ്വർഗത്തെ നിഷേധിക്കുന്നതാണ് പാപം. എന്നാൽ വേദാന്തം പോലുള്ളതിൽ അത്തരത്തിൽ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള ഭയപ്പെടുത്തലുകൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനമാണ് പാപത്തിന് കൊടുക്കുന്നത്. എവിടെ കർത്തൃബോധത്തോടു കൂടിയിട്ട് കർമ്മം ചെയ്യുന്നുവോ ആ കർത്തൃബോധത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങളിലെ പുണ്യപാപങ്ങൾ ഉണ്ടായിരിക്കും. കർത്തൃബോധത്തിന് പുണ്യപാപങ്ങൾ ഉണ്ടായിരിക്കും. പാപം എന്ന് പറയുന്നത് ഒരാൾ കർത്തൃബോധത്തോടു കൂടി ഒരു ഘോരകർമ്മം ചെയ്തപ്പോ അതിൽ നിന്ന് പാപവും, ഒരാൾ കർത്തൃബോധത്തോടു കൂടിയിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുണ്യവും ഉണ്ടാകുന്നു. പുണ്യം സുഖദായകവും പാപം ദുഃഖദായകവുമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും ആന്തരിക തലത്തിൽ ഓരോരുത്തരിലും ഉണ്ട്. അതുകൊണ്ടാണ് പലർക്കും ദുഃഖങ്ങളും സുഖങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അർജുനനൊരു ചോദ്യം, ആര് പ്രേരിപ്പിച്ചിട്ടാണ്? അധക്കേന, ആരാല് പ്രയുക്തോയം, പ്രയുക്ത പ്രേരിതനായിട്ടാണ്. ആരാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്? ക്രിസ്തുമതത്തിന്റെ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സാത്താനാണ് നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നതെന്നാണ്. എന്നാൽ ഈ സാത്താന് എന്തിനാണ് പിന്നെ ദൈവം സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. സാത്താൻ പാപം ചെയ്യിക്കുന്നതാണെങ്കിൽ ദൈവം എന്തിനാണ് സാത്താനെ സൃഷ്ടിച്ചത്? സാത്താൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ബൈബിളില് ക്രിസ്തുമതത്തിലെ ചർച്ചുകൾക്കും പുരോഹിതന്മാർക്കും ഒക്കെ സ്ഥാനമുള്ളൂ എന്ന് പറയാറുണ്ട്, തമാശയായിട്ടാണെങ്കിലും. ഇപ്പൊ സാത്താനില്ലെങ്കിൽ പിന്നെ പുരോഹിതന്മാരെന്തിന്, ചർച്ചുകൾ എന്തിന്, പള്ളികൾ എന്തിന് എന്ന് ചോദ്യം വരാം. അതുകൊണ്ട് സാത്താൻ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്. ഇവിടെ ഭാരതത്തില് സാത്താൻ എന്നതിനേക്കാൾ ഉപരി മായയെ ആണ് അതിനുപയോഗിക്കുന്നത്. മായാശക്തിയാണ്. നമ്മൾ അവിദ്യ കൊണ്ട് നമ്മൾ തെറ്റുകളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം ഇനി വരുന്ന ശ്ലോകങ്ങളിലാണ് പറയാൻ പോകുന്നത്. പക്ഷെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ആരാണ് ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്? നമ്മൾ ഒരിക്കലും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അയൽക്കാരനെ തല്ലാൻ ആഗ്രഹിക്കുന്നില്ല, കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, ഭാര്യയെ മർദ്ദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ക്രുദ്ധനാകാനായിട്ട്, ദേഷ്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ദേഷ്യപ്പെട്ട വാക്കുകൾ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും നമ്മൾ ദേഷ്യപ്പെടുകയും ആക്രോശിക്കുകയും ചെയ്യുന്നത് കാണാം. എവിടെ നിന്നാണ് ഈ ആക്രോശം വരുന്നത്? നമ്മളുടെ നിയന്ത്രണത്തിനപ്പുറത്ത് എന്തോ നമ്മളിൽ മയങ്ങിക്കിടക്കുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതാണ് ഉണർന്നു വന്ന് നമ്മുടെ ക്രോധമായിട്ട്, ആ ക്രുദ്ധവചനങ്ങളായിട്ട് നമ്മളെ ഇന്ന് പുറത്തേക്ക് ബഹിർഗമിക്കുന്നത്. അതുകൊണ്ട് അനിച്ഛന്നബി വാഷ്ണേയ, ഇച്ഛിക്കാതിരുന്നിട്ട് പോലും ബലാധിപ നിയോജിത, നിർബന്ധിതമായിട്ട് നമ്മളെ എടുത്തെറിയുന്നത് പോലെ, നിയോഗിക്കപ്പെട്ടതുപോലെ ആരാലാണ് നമ്മൾ ഈ പാപം ചെയ്യുന്നത്? ആരാൽ പ്രേരിതമായിട്ടാണ്? ഒരർത്ഥത്തിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തില് പഠിക്കാനുള്ളത്. ഭഗവത്ഗീത നിരവധി സംശയങ്ങൾക്ക്, മനുഷ്യന്റെ സംശയങ്ങൾക്ക് പരിഹാരം നൽകുന്നുണ്ട്. മാത്രമല്ല കാലക്രമത്തിൽ ഈ ഭഗവത്ഗീത ഒരു ജീവിത ദർശനത്തെ മുന്നിൽ വെക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ സമ്പൂർണമായ ഒരു മനഃശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഭഗവാൻ. മനസ്സ് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കുരുക്ഷേത്രമായിരിക്കുന്നത്. ആ കുരുക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് പോലും മനസ്സിൽ നടക്കുന്ന വിരുദ്ധ ശക്തികളുടെ സംഘടനത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കുരുക്ഷേത്രം മനസ്സ് തന്നെയാണെന്നും മനസ്സിനുള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളെ എങ്ങനെ
വേണ്ടവണ്ണം നിർണയിക്കാനും അപഗ്രഥിക്കാനും കഴിയുന്നുവോ, എന്നിട്ട് ആ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തുവാനും സ്വാഭാവികമായിട്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലത്തിലുള്ള ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ ആ ജീവിതം ധന്യമായൊരു ജീവിതമായിട്ട് മാറും. കാലക്രമത്തിൽ നമ്മുടെ അന്ധക്കരണം ശുദ്ധമായിട്ട് തീരുകയും നമുക്ക് ശ്രവണം, മനനം, നിധിധ്യാസനം 3 ഘട്ടങ്ങളിലൂടെ ജ്ഞാനസാധനയെ പുരോഗമിപ്പിക്കാനും ജ്ഞാനസിദ്ധനായിട്ട് ജ്ഞാനനിഷ്ഠനായിട്ട് മാറാനും കഴിയും. അതിലൂടെ നമുക്ക് വർത്തമാനകാല ജീവിതത്തെ ഏറ്റവും സൗന്ദര്യദായകവും സമ്പൂർണമായിട്ട് മോക്ഷത്തിലേക്ക് എത്തിക്കുവാനും കഴിയും. അതാണ് ഭഗവത്ഗീത നൽകുന്ന ഏറ്റവും സുതാര്യമായിട്ടുള്ള ഒരു ദർശനം. ആ ദർശനം നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം.